ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു കുഞ്ഞു ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓണം വെക്കേഷന് 10 ദിവസത്തിൽ ഒരു 6-7 ദിവസം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ബാക്കിയുള്ള ഒരു 2-3 ദിവസമാണ് ഈ ഒരു ട്രിപ്പ് കേട്ടോ. എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ വലിയ സംഭവമൊന്നുമില്ല, വയനാട്ടിലേക്കാണ് കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വലിയ പ്ലാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മക്കൾ പപ്പനോട് പറഞ്ഞ് വാശി പിടിച്ചുണ്ടായ ഒരു ട്രിപ്പാണ് കേട്ടോ അത്. ആദ്യമൊക്കെ ഞങ്ങളൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സുജി ഡിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ സുജിൻ്റെ കൈയും കാലും പിടിച്ച് പിന്നാലെ നടക്കണം, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല സുഖമായി കേട്ടോ. മക്കൾ എന്നെ പപ്പനെ കൊണ്ട് സമ്മതിപ്പിച്ചോളും. മക്കൾ തന്നെ എങ്ങനെ പറയണോണ്ട് സുജിക്ക് കുറച്ചും കൂടി ട്രിപ്പ് പോകാല്ലേ എന്നുള്ള പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ത്വര കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ചേരിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ രാവിലെ ഞാൻ മഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ സുജി ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ മഞ്ചേരിയിൽ നിന്ന് വരുന്ന വഴി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ കോഴിക്കോടെത്തി. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങിയ പാടെ തന്നെ ഇതാ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് കഴിക്കാനൊക്കെ ഉള്ളതും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ആസ്വദിച്ച് പോകണ്ടേ, അങ്ങനെയുള്ള കുറച്ച് സ്വീറ്റ്സും ജ്യൂസസും ഒക്കെ വാങ്ങാണ് കേട്ടോ ഈ കാണുന്നത്. അത് ഏത് ട്രിപ്പാണെങ്കിലും അങ്ങനെ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ യാത്ര ശരിക്കും അങ്ങോട്ട് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ യാത്ര ശരിക്കും അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. മക്കൾ വയനാടൊന്നും അല്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മക്കൾ കൊടൈക്കനാൽ, ഊട്ടി ഇതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് കൊടൈക്കനാലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പോകാന്നുള്ളത് ഉറപ്പിക്കുമ്പോൾ നമുക്ക് ഈ നല്ല ഭയങ്കര ദൂരമുള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് വേഗം പോയി വരാനുള്ളതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വയനാട് അങ്ങോട്ട് ഉറപ്പിച്ചതാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ ഇത് ഓണത്തിൻ്റെ ആ ഒരു ഡേയ്സൊക്കെയാണ്. അപ്പോൾ ഈ റിസോർട്ടും ഹോട്ടലൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ചടങ്ങാണല്ലോ. ആ ടൈമിലൊക്കെ എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈമാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഡേയ്സിലൊക്കെ നമ്മൾ എവിടെയും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പേ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് ബുക്കൊക്കെ ചെയ്ത് റിസോർട്ടൊക്കെ നമ്മൾ എല്ലാം സെറ്റാക്കേണ്ടിയിരുന്നു. അപ്പോൾ പോണ വഴിക്കിൽ ഞങ്ങൾ എത്താനായപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു തട്ടുകട കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ നല്ല സുടു പഴംപൊരിയാണ്. ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളും സുജിയൊക്കെ നല്ല ചായയും കാപ്പിയൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനൊന്നുമുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല. എനിക്ക് ചെറുതായിട്ടൊരു തലവേദന മൂടായിരുന്നു. പക്ഷേ എനിക്ക് ചായ ഒന്നും കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സുടു പഴംപൊരി കണ്ടപ്പോൾ ഞാൻ ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങൾ ഇപ്രാവശ്യം സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്, പെറ്റേഴ്സ് എന്നാണ് കേട്ടോ. ഞാൻ തന്നെ ഇവിടെ ഒരു 4-5 തവണ വന്നിട്ടുണ്ട്. സുജിൻ്റെ പരിചയത്തിലുള്ള ആളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു റൂം കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ ഇവിടെ കുറേ പ്രാവശ്യം വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെയും കുറേ സ്ഥലം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയും ഒരു സ്ഥലം പോലും ഒഴിവില്ല. പിന്നെ ഒഴിവുള്ളിടത്തൊക്കെ ഭയങ്കര റേറ്റാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഒന്നും ഒട്ടും എന്താ പറയുക, അയ്യോ അത്ര ഇതിന് അങ്ങനെ അങ്ങോട്ടേക്കൊക്കെ പോകണമെന്ന് അങ്ങനെ തോന്നൂലേ, അത്രയും ഭയങ്കര റേറ്റിനൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ മെയിനായിട്ട് വരുന്നുണ്ടായിരുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഒരു സ്ഥലം കാണാൻ പോകാനോ അവിടെ മൊത്തത്തിൽ ഇതാവനോ അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്കൊന്ന് റിലാക്സ് ആവണം, ഒന്ന് സംസാരിച്ചിരിക്കണം, പിന്നെ മക്കൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഒരു സംഭവം എന്ന് വെച്ചാൽ. കാരണം എന്താ വെച്ചാൽ മക്കളിപ്പോൾ സ്കൂളിൽ സ്വിമ്മിങ്ങിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ചൊന്ന് സ്വിമ്മിങ്ങിൽ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ അവർക്ക് പുതിയ സ്വിമ്മിങ് സൂട്ടും എന്താ പറയുക അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റിസോർട്ടിൽ വന്നിട്ട് ഒന്നും കൂടി യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതാണ് അവരെ മെയിൻ അജണ്ട. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇങ്ങനൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി 2 ചെയറും ഒരു ടീപ്പോയൊക്കെ ഉണ്ട്. ഇങ്ങോട്ടേക്കൊരു കാടാണ് കേട്ടോ കാണുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു കേട്ടോ ആ ടൈമിൽ, പറയാണ്ടിരിക്കാൻ വയ്യ, അത്ര തണുപ്പായിരുന്നു. എന്താ പറയുക, ഒരു 24 അങ്ങനെയൊക്കെ ആയിരുന്നു കാണുന്നുണ്ടെങ്കിൽ നമ്മൾ
ഇങ്ങനെ വിറക്കുമായിരുന്നു കേട്ടോ. ഇവൻ എന്തൊക്കെയോ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലായിരുന്നു, കുറേ അവരെന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങി, എന്തോ പുളിയുള്ള എന്തൊക്കെയോ മിഠായി തിന്നിട്ട് ഇന്നെ കൊതിപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ തന്നെ തിന്നാൻ പറ്റണില്ല. ഇതായി ടീപ്പോയി ഇങ്ങനെയാണ് കേട്ടോ, പ്രത്യേക ഷേപ്പുള്ള ഒരു ടീപ്പോയാണ്. ഒന്നും സാധനം വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഷേപ്പുള്ള ഒരു ടീപ്പോയി ഉണ്ട് അവിടെ. പിന്നെ അങ്ങോട്ടേക്ക് പോയാലും ഒരു കുറേ കോട്ടേജസൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത നല്ല വ്യൂസൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. പിന്നെ ഇതാണ് റൂം. പിന്നെ ഇങ്ങോട്ടേക്കൊരു ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഡ്രസ്സിങ് ടേബിളും പിന്നെ നല്ലൊരു വാർഡ്രോബും മിററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ബാത്റൂം ഉണ്ട്. ബാത്റൂമിൽ എന്താ പറയുക, ജക്കൂസി അങ്ങനെ 2 ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ നല്ല, ഏതായാലും നല്ല അടിപൊളി റൂമാണ് കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ മക്കൾ വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ അജണ്ട എന്ന് പറയുന്നത് സ്വിമ്മിങ് ചെയ്യുക, കളിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഇത്രയും തണുപ്പിൻ്റെ ഇടയിൽ കൂടെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് സ്വിമ്മിങ്ങിൽ ചാടണം നിർബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ കുടയും പിടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. സുജിയും ഇവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, സ്വിമ്മിങ്ങിൽ ചാടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മഴയും തണുപ്പും എനിക്ക് ഭയങ്കര അറപ്പ് പിടിച്ച സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആയിക്കൂടെയൊക്കെ കുടയും ചൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉലാത്തി സ്ഥലം കണ്ട് നടക്കുമായിരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. സ്വിമ്മിങ്ങിൻ്റെ ഏരിയക്കൊന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല സമാധാനമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവരെല്ലാവരും കുളിക്കല്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക വിശ്രമവേള ആനന്ദകരമാക്കേണ്ടി വെച്ചിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, പിന്നെ ചിക്കൻ പൊക്കവട, കോഫി ഇതൊക്കെ ഓർഡർ ചെയ്ത് ഞാനിങ്ങനെ മാക്കിന് അടിക്കായിരുന്നു കേട്ടോ. പിന്നെ അവരും വേഗം കുളിക്കണതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് അവരും അതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോയി കുളിച്ചു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയി എന്താ പറയുക കുറച്ച് നേരം കിടന്ന് അങ്ങനെയൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ല ഇത് റിലാക്സ് ആവാനുള്ള ഒരു ടൈമായിരുന്നു. ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു 8 മണി ആ ഒരു ടൈമിലൊക്കെ അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പിറ്റേന്ന് തിരുവോണത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അവർ പൂക്കളൊക്കെ ഇടായിരുന്നു. അടിപൊളി വലിയ പൂക്കളാണ്. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്താ പറയുക ഇരുന്ന് പൂക്കൾ ഒരാൾ അരിയുന്നുണ്ട്, ഒരാൾ ഒക്കെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അതിലേക്ക് ഞങ്ങളും കൂടിയിട്ടോ. പിന്നെ ഞാൻ അധികമൊന്നും അത് വീഡിയോ എടുത്തിട്ടില്ല. മൊത്തത്തിൽ എല്ലാവരും കൂടി കൂടിയിട്ട് മക്കളൊക്കെ അതിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു 9:30-10 മണി ആ ടൈമിലാണ് കേട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 7:30-8 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളൊരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. കാരണം ഞങ്ങൾ അതിന് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള വ്യാജന അവരെ ഡിസ്റ്റർബ് ചെയ്തോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ അവരൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫുഡായിട്ട് ആര്യനും സുജിയും ഗീ റൈസ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഗീ റൈസും ചിക്കൻ കറിയും ഇതൊക്കെയായിരുന്നു. പിന്നെ റെയിനും ഞാനും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ സുജി 2 എഗ്ഗും പിന്നെ കുറച്ച് ഗീ റൈസും അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും മിക്സായിട്ട് എല്ലാതും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയൊക്കെ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളൂ, എല്ലാം ഇച്ചിരി ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയി കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. മക്കളെ സ്വിമ്മിങ് സൂട്ടും എല്ലാം ആറിയിട്ടൊരു ഏരിയ ഉണ്ട്, ബാൽക്കണിയിലാണ് കേട്ടോ. നല്ല തണുപ്പാണ് രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. ഞാനൊരു എന്താ പറയുക ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എണീച്ചപ്പോൾ തന്നെ. നേരത്തെ എണീച്ചിട്ട് ഇപ്പോൾ എന്താണ് ആരും എണീക്കില്ല. സുജിയൊക്കെ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 9:30 മണിയാകും. കാരണം 10 മണിക്കാണ് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുക. അതിന് മുമ്പായിട്ട് എണീപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മക്കളും സുജിയൊക്കെ 9:30 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ ഞാൻ കുത്തി എണീപ്പിച്ച് ഒരു 9:30 മണിക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മക്കളും ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തൊരു റിലാക്സിങ് ട്രിപ്പായിരുന്നു. അങ്ങനെ കൂടുതൽ സ്ഥലത്തേക്ക് പോവുക, ഞങ്ങൾ ഇന്ന സ്ഥലം പോയി കാണുക, അങ്ങനെയുള്ള ട്രിപ്പ്. ഞങ്ങളെ ട്രിപ്പിൽ അധികം അങ്ങനെയൊന്നുള്ള ഒരു ട്രിപ്പേ ആവില്ല കേട്ടോ. ഞങ്ങളധികം ഡ്രൈവൊക്കെ ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ ഇന്ന സ്ഥലം കാണാൻ പോവുക അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അത് തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോൾ അവർ പിന്നെ രാത്രി കുറേ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ഓണം പെറ്റൽസ് എന്നൊക്കെ എഴുതി നീറ്റാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ ഞങ്ങൾ എന്തൊക്കെ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ജ്യൂസസൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സൊന്നും തീരെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഉള്ളത് പറയാലോ. പിന്നെ മക്കൾ രണ്ടാളും
വേഗം ചോക്കോസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രെഡ് ടോസ്റ്റും ബട്ടറും ജാമും ഇതൊക്കെ തന്നെയായിരുന്നു മെയിനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഒരു വലിയ സംഭവം അല്ലാണ്ടാണ് കഴിച്ചു തുടങ്ങിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ് ടോസ്റ്റും ബട്ടറും ജാമും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ജാമായിരുന്നു. അവിടെ തന്നെ ഉണ്ടാക്കിയ ജാമ തോന്നുന്നു കേട്ടോ. അടിപൊളി ജാമായിരുന്നു. അതൊക്കെ നല്ലോണം ഇട്ടിട്ട് ഞാൻ സുജിയൊക്കെ മെയിനായിട്ട് വേറെ ഒന്നും കഴിഞ്ഞാൽ പിന്നെ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സുജിക്ക് മെയിനായിട്ട് തന്നെ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മക്കൾ എഗ്ഗ് ഓംലെറ്റും അങ്ങനെ ചീസ് ഓംലെറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ, സാമ്പാർ, ചട്നി, അങ്ങനെ ആൾക്കുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ് സുഹൃത്തുക്കളെ, സ്വിമ്മിംഗ് പൂളിൽ ചാടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ആ ഉദ്ദേശത്തിനാണ് പോണത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനും കൂടി ഇറങ്ങിയാലോ എന്നുള്ള ഇതിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വേറെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. ഞാൻ കുറച്ച് ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ അവിടെ അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ആകെ ഒരു സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായതുള്ളൂ. അതിന് മുമ്പത്തെ പ്രാവശ്യം എനിക്ക് സദ്യയെ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ പ്രാവശ്യം എൻ്റെ 4ാമത്തെ സദ്യയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയൊക്കെ കഴിക്കാൻ. ഇതും നല്ല യമ്മി സദ്യയായിരുന്നു. എനിക്ക് ഇപ്രാവശ്യമൊക്കെ എല്ലാം നല്ല ടേസ്റ്റുള്ള സദ്യ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സദ്യയൊക്കെ കഴിച്ച് ഒരു ഉറക്കം വരുന്നുണ്ടായിരുന്നേ. പക്ഷേ അങ്ങനെ ഉറങ്ങിക്കളയണ്ടല്ലോ, ഒരു ഡ്രൈവ് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഒരു അരമണിക്കൂർ ഒന്ന് ഡ്രൈവ് എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, വയനാട്ടിൽ എവിടെ പോയാലും നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഒരു ഡ്രൈവ് ഇട്ടിട്ട് ഇറങ്ങാമല്ലോ. നല്ല ഡാമൊക്കെ കണ്ടിങ്ങനെ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ലേസ് വാങ്ങിയിട്ടുണ്ട്. ഇത് ലേസ് വാങ്ങാൻ വേണ്ടി ഡ്രൈവ് ഇട്ടതാണോ അത് ഡ്രൈവ് ഇടുന്നതിൻ്റെ ഇടയിൽ ലേസ് വാങ്ങിയതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ മക്കൾ അവർ വീണ്ടും അവരെ കർത്തവ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പൂളിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര മഴയായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇരിക്കാൻ പോലും ഇങ്ങനെ മഴയും അവിടെ ഇരിക്കാനൊന്നും തോന്നണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇരുന്നാൽ നല്ല പഴംപൊരിയും ചായയൊക്കെ സുജി ഇങ്ങനെ അവിടെ വാങ്ങി വെച്ചിട്ട് വരൂ ഇവിടെ ഇരിക്കൂ പഴംപൊരി കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. ചായ അല്ല കേട്ടോ, ഹോർലിക്സ് ആയിരുന്നു. ഹോർലിക്സ് അല്ല, ബൂസ്റ്റ് ആയിരുന്നു. ബൂസ്റ്റും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ. പൂളിൽ നിന്നൊക്കെ കയറിയപ്പോൾ തന്നെ ഒരു 7:30 മണി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഫ്രഷായി ഇറങ്ങി ഒരു 8-8:30 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഡിന്നറും ഈ റിസോർട്ടിൽ നിന്ന് തന്നെ കഴിക്കണ്ടല്ലോ, ഒരു ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിലൊക്കെ ഒന്ന് ഇറങ്ങാം, ഒന്ന് ഡ്രൈവ് ഇടാം, ഒന്ന് ഫോറസ്റ്റിലൊക്കെ ഒന്ന് ഡ്രൈവ് ഇടാമെന്നൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഡിന്നർ അന്ന് ആദ്യം വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ റോയൽ സ്പൈസ് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റൊക്കെ പോയതാണ്. പോണ വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അല്ലാതെ അങ്ങനെ റിവ്യൂ നോക്കി ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ പോയതൊന്നുമല്ല. അപ്പോൾ റെയ്നുവിന് ഒരു ബിരിയാണി പറഞ്ഞു, ചിക്കൻ ബിരിയാണി. ആര്യന് പൊറോട്ട പറഞ്ഞു. ആര്യനും സുജിക്കും പൊറോട്ട, റെയ്നുവിന് ബിരിയാണി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പൊറോട്ട ഞാനും എടുത്തു. റെയ്നുവിൻ്റെ അടുത്ത് കുറച്ച് ബിരിയാണി അതും ഞാൻ കഴിച്ചു. എല്ലാത്തിനും കുറച്ച് ബീഫ് ഫ്രൈയും എല്ലാം ഞാൻ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് വിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോറസ്റ്റ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാട്ടിക്കൂടെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനല്ല കേട്ടോ, സൈഡ് സീറ്റിൽ ഇരുന്നാണ്ട് കണ്ടിങ്ങനെ പോവാൻ. ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു ആനനൊക്കെ കാണുകയാണെങ്കിൽ പുലിനെയൊക്കെ കാണുകയാണെങ്കിൽ അത് കാണാൻ വെച്ചിട്ട് ആകെ കുറച്ച് മാനിനെ മാത്രമേ കണ്ടുള്ളൂ, ഒരു കുഴിയാനനെ പോലും കണ്ടില്ല. ഏതായാലും ഡ്രൈവ് ചെയ്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള സന്തോഷത്തിൽ ഞങ്ങൾ മടങ്ങിയ സന്തോഷത്തിൽ എന്തെങ്കിലുമൊക്കെ തിന്നാണല്ലോ നമ്മുടെ മെയിൻ. ഏതായാലും നല്ല വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ടാവും, അതൊന്നും നോക്കണില്ല ഇപ്പം തൽക്കാലം. ഞാൻ മക്കൾ സുജിയും ഐസ്ക്രീം വാങ്ങാൻ പോയപ്പോൾ എനിക്ക് വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഐസ്ക്രീം എങ്ങാനും ഞാൻ വാങ്ങി തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആവണം. സുജി എനിക്ക് ബ്ലൂബെറി കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങി തിന്ന് ഞങ്ങൾ റൂമിലേക്ക് തന്നെ മടങ്ങിയിട്ടു. അപ്പോൾ ഇന്ന് അതായത് തിരുവോണത്തിൻ്റെ ദിവസം ഞങ്ങളത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. വലിയ സംഭവം എന്നല്ല, ഒരു പീസ്ഫുൾ റിലാക്സ് ആയിട്ടുള്ള ഒരു ദിവസം. അത് കഴിഞ്ഞിതാ ഞങ്ങൾ
ഈ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസം ഇന്ന് ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഇന്ന് ജ്യൂസസ് ആയിട്ട് വാട്ടർമെലൺ ജ്യൂസും മാംഗോ ജ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ചോക്കോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി, ദോശ, സാമ്പാർ, പിന്നെ ചട്നി ഉണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഓരോന്നോരോന്ന് തുറന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ബട്ടൂരാണ് കേട്ടോ. ഇത് ആര്യന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്കുള്ള കോംബോ ആണ് വെള്ളക്കടലിൻ്റെ കറിയാണ്. പിന്നെ അടുത്തത് ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ബ്രെഡ് പൊരിച്ചതെന്നൊക്കെ പറയാം. പിന്നെ പഴം പുഴുങ്ങിയത് ഉണ്ടായിരുന്നു, സേമിയ ഉപ്മാവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഓട്സാണ് കേട്ടോ. പിന്നെ ചായ, കാപ്പി അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ആര്യന് റെയിനു ഫസ്റ്റ് തന്നെ അവൻ്റെ സേഫായിട്ടുള്ള സാധനമാണ് ചോക്കോസ്. പിന്നെ അവന് അത് കഴിച്ചാൽ പിന്നെ വേറെ ആരും ഒന്നും അങ്ങനെ കഴിക്കാനൊന്നും നിർബന്ധിക്കില്ലല്ലോ. അതുകൊണ്ട് ഓൻ അതങ്ങോട്ട് കോൾഡ് മിൽക്കിലാണ് കേട്ടോ കഴിക്കുക. അതങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അത് അവൻ തന്നെ മേക്ക് ചെയ്തോളും. ഭയങ്കര ഈസി ആണല്ലോ. അപ്പോൾ അതാണ് അവൻ കഴിക്കണത്. അതിലേക്ക് കുറച്ച് ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് അവൻ കഴിച്ചോളും. പിന്നെ ആര്യൻ ഇതാ വെള്ളക്കടലിൻ്റെ കറിയും ബട്ടൂരയും കഴിക്കുന്നുണ്ട്. കുറച്ച് ചെറീസും ഫ്രഞ്ച് ടോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിതാ സേമിയ ഉപ്മാവും ബനാന പുഴുങ്ങിയതും ഫ്രഞ്ച് ടോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുജി പിന്നെ എഗ്ഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറി പോവാണ്. ഞാനെന്താ ഇങ്ങനെ പാർട്ടി വെയറൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ. ഇന്ന് ശരിക്കും ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ആവണമെങ്കിൽ അങ്ങോട്ട് എത്തുമായിരുന്നു കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ സുജിക്ക് ഒരാൾ കാണാൻ വന്ന് അങ്ങനെ സംസാരത്തിൽ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി, ഇറങ്ങാൻ വേണ്ടി ഇച്ചിരി ലേറ്റായി. പിന്നെ ഞങ്ങൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ 1:30 മണിയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എത്തൂല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ പോക്ക് അങ്ങോട്ട് ഡ്രോപ്പ് ആവുകയാണ് ചെയ്തത്. പിന്നെ വരുന്ന വഴിയിൽ കുറേ മങ്കീസിനെയും സ്ഥലങ്ങളൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോന്നു. പിന്നെ തീറ്റ മുഖ്യം ബിഗിലെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ പരിപ്പുവടയും ഉള്ളിവടയും എന്താ പറയുക കാടമുട്ടയും ഒക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ആസ്വദിച്ച് ഇങ്ങനെ വരികയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു മണിക്കൂറും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു വെക്കേഷൻ 11 ദിവസം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യത്തെ വെക്കേഷൻ. അത് അങ്ങോട്ട് തീർന്ന് കിട്ടിയിട്ടുണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു വയനാട് ട്രിപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.